ഗോവിന്ദൻ മാഷിന് മറവി രോഗമുണ്ട്, മറവി രോഗം. അയ്യോ പാവം, ഗോവിന്ദൻ മാഷ് നല്ലൊരു മനുഷ്യനായിരുന്നു. ഈ ഇലക്ഷൻ കാലത്ത് തന്നെ ഇങ്ങനൊരു രോഗം വന്നല്ലോ. അത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് നമ്മളൊക്കെ അറിയേണ്ടി വന്ന ഒരവസ്ഥ. വല്ലാത്ത വിഷമം തോന്നുന്നു. എന്തേ പറ്റിയേ നമ്മുടെ മാഷക്കെന്ന് നമ്മുടെ സതീശനോട് ഒന്നും കൂടെ ചോദിച്ചു നോക്കിയാലോ. 42 വർഷക്കാലം ജമായത്ത് ഇസ്ലാമി CPMൻ്റെ കൂടെയായിരുന്നു. ഈ ഗോവിന്ദൻ മാഷ് നിരവധി പ്രാവശ്യം ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ആളാണ്. പിണറായി വിജയൻ ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ആളാണ്. പരസ്യമായി ഞാൻ ഗോവിന്ദൻ മാഷിന് ഇന്ന് തന്നെ അദ്ദേഹത്തിന് പിണറായി വിജയൻ ജമായത്ത് ഇസ്ലാമിയെ ന്യായീകരിച്ചുകൊണ്ട് പ്രസംഗിച്ചതിൻ്റെ ക്ലിപ്പ് അയച്ചു കൊടുക്കുക. ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജ് അയച്ചു കൊടുക്കുക. മറവി രോഗം വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിക്കും പേടിച്ചു പോയി എൻ്റെ സതീശൻ സാറേ. ഗോവിന്ദൻ മാഷക്ക് രോഗമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിക്കും പേടിച്ചു പോയി. നമ്മുടെ ഇലക്ഷനൊക്കെ നടക്കാൻ പോകില്ലേ, ഈ ഘട്ടത്തിൽ ഇങ്ങനെ രോഗം വന്നാൽ എന്ത് ചെയ്യുന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു മറവി രോഗം. അതും ഈ ജമാഅത്തെ ഇസ്ലാമിയെ ഒരു 42 കൊല്ലക്കാലം നമ്മുടെ ഗോവിന്ദൻ മാഷും പിണറായി സഖാവും ഒക്കെ കൂടെ കൊണ്ട് നടന്നതാണെന്നും ഇനി ഞങ്ങൾ കുറച്ചു കാലം കൂടെ കൊണ്ട് നടക്കട്ടെ എന്നും സതീശൻ സാറ് പറയുന്നതാണ് ഈ ഗോവിന്ദൻ മാഷയുടെ മറവി രോഗത്തെപ്പറ്റി നമ്മുടെ സതീശൻ സാറ് പറയുന്നത്. കേരളം നേരിടുന്ന വലിയ പ്രശ്നം ഏതറിയോ? ഈ ഇലക്ഷനിലെ മുഖ്യ വിഷയം ജമാഅത്തെ ഇസ്ലാമിയാണത്രേ. അവരുയർത്തുന്ന വർഗീയതയാണത്രേ. ഈ മുസ്ലിം വിഭാഗത്തിലെ ഏതാണ്ട് എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത് 1% മറ്റോ വരുന്ന ഒരു ഗ്രൂപ്പാണത്രേ ഈ ജമാഅത്തെ ഇസ്ലാമി. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പായസച്ചെമ്പിൽ ഇത്തിരി വിഷം വീണാലും അത് വലിയ കഷ്ടമാണല്ലോ. ആ പായസം മുഴുവൻ വേസ്റ്റായി പോവില്ലേ? അതുപോലെയാണത്രേ ഈ ലീഗ് അല്ലെങ്കിൽ മുസ്ലിം സമുദായ സംഘടനകളിലൊക്കെ ഈ ഇത്തിരി പോകുന്ന 1% വരുന്ന ഈ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള വലിയ വർഗീയ സംഘടനകൾ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ അത് വലിയ അപകടം വിളിച്ചു വരുത്തും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ പറയുന്നത് എന്നാണ് അതിനെ എതിർക്കുന്നവർ പറയുന്നത്. അതിനെയാണ് ഇപ്പോൾ സതീശൻ സാറും കൂട്ടരും ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ബായി പറഞ്ഞ് എന്തു പറഞ്ഞിരിക്കുന്നത്, ഇനി ഞങ്ങൾ കുറച്ചു കാലം ഇവരെ കൊണ്ടു നടക്കട്ടെ, ഞങ്ങളും ഒന്ന് ഭരിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ഈ മറവി രോഗം നമ്മുടെ ഗോവിന്ദൻ മാഷയുടെ മേലിൽ സതീശൻ സാറ് അടിച്ചേൽപ്പിക്കുന്നത്. അപ്പം ഇതാ കണ്ടില്ലേ, ഗോവിന്ദൻ മാഷ് നല്ല ഓർമ്മയോടുകൂടി എനിക്കൊരു മറവി രോഗവുമില്ല എന്ന് പറഞ്ഞ് രോഗം ആർക്കാണെന്ന് പറയുന്നത് കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. അതാ പറയുന്നത് 40 കൊല്ലം എന്ന് പറഞ്ഞാൽ ശുദ്ധ അസംബന്ധം പറയാണ്, നുണ പറയുക എന്നുള്ളതാണ്. നുണ പറയുന്ന രോഗമാണ് ഈ VD സതീശനും. ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ നുണയാണ്. നുണരോഗം. എനിക്ക് മറവി രോഗം എന്നല്ല പറയുന്നത്, നുണരോഗം. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് നുണ പറയുക എന്നുള്ളതാണ് VD സതീശൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണി. ആളെ പറ്റിക്കാൻ തന്നെയാണ്. അപ്പോൾ അവിടെ മാഷ് പറഞ്ഞത് കേട്ടല്ലോ, യഥാർത്ഥത്തിൽ രോഗം ബാധിച്ചിരിക്കുന്നത് സതീശൻ സാറിനെയാണ്. അത് മറവി രോഗമല്ല കേട്ടോ, നുണ പറയുന്ന രോഗമാണ്. രാവിലെ എഴുന്നേറ്റാൽ പിന്നെ പുള്ളി നുണ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു രോഗമാണ് അത്ര പുള്ളിയെ ബാധിച്ചിരിക്കുന്നത്. അത് തിരുമകാ കഷ്ടമാണ് കേട്ടോ. മറവിയാണെങ്കിൽ പോട്ടേന്ന് വെക്കാൻ, കാരണം കാര്യങ്ങൾ മറന്നു പോകലേ ഉള്ളൂ, ഒന്നും ഓർമ്മയുണ്ടാവില്ല. അത് സാരമില്ല. ഇതങ്ങനെയല്ല, നുണ പറഞ്ഞുകൊണ്ടേയിരുന്നാൽ അത് ചില കാര്യങ്ങളൊക്കെ ഒരു 10,000 വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നാട്ടുകാരതൊക്കെ സത്യമാണെന്ന് വിചാരിച്ചു കളയും. അങ്ങനെ അതിഭീകരമായ ഒരു രോഗം സതീശനെ ബാധിച്ചിരിക്കുന്നു എന്നാണ് നമ്മുടെ ഡോക്ടർ ഗോവിന്ദൻ മാഷ് പറയുന്നത്. ഈ 2 രോഗികളുടെയും ഇടയിൽപ്പെട്ട് നമ്മൾ ജനം വട്ടം തിരിയുന്നു അല്ലാതെ എന്തു പറയാനാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് വരെ ഈ രോഗം പോലെയുള്ള തമാശകൾ തുടർന്നുകൊണ്ടേയിരിക്കും. അത്തരം തമാശകൾ ഇനിയും കേൾക്കാനായിട്ട് നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുക. ഈ ചാനൽ ഇതുവരെയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ.